KCV News 8, Kerala Digital Media 8 Vision Network. നമസ്കാരം, KCV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ. SS Gold Palace, ട്രഷറി ബിൽഡിംഗ്, മെയിൻ റോഡ്, നിലമ്പൂർ. രാമൻകുത്ത് CPM ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണം പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. രാമൻകുത്ത് ഡിവിഷനിലെ SC കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ. മലപ്പുറത്ത് മരിച്ച യുവാവിന് നിപ്പ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിൽ 151 പേർ, 3 പേർ നിരീക്ഷണത്തിൽ. പ്രദേശത്ത് കനത്ത ജാഗ്രത. സമ്മാന പെരുമഴ. എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരിവാരക്കുണ്ട്. പബ്ലിക് പാർട്ടിസിപ്പൻസ് ഒരുപാട് വരുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വാർത്ത കണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. എന്നെയും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. അതെല്ലാം കൂടെ അവരെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് ഒത്തുചേർത്ത് കൊണ്ടുവന്ന് കുഞ്ഞിൻ്റെ അതുവഴി എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതം കുറച്ചുകൂടി ഒരു നല്ല രീതിയിൽ ആക്കാൻ പറ്റും. ഏതാ അല്ല അതാ ഇപ്പം വിക്രം മാത്യൂസ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിലെയും അതിൻ്റെ ട്രാൻസ്പ്ലാന്റ് വേണ്ടെങ്കിൽ തന്നെ ഒരു ചികിത്സ എന്ന് പറയുന്നതിൽ വലിയ മിടുക്കനാണ്. അമൃതയിൽ അതിന് എക്സ്പെർട്ടീസ് ഉണ്ട്. അപ്പോൾ അമൃതയുമായിട്ട് സംസാരിച്ചിട്ട് ഈ കുഞ്ഞിനെയും അതിൻ്റെ ഡോണർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഒരു ഡോണറെ നമ്മൾ ബൈ ഔട്ട് ചെയ്യുമ്പോഴാണ് ഇത് വലിയ കോസ്റ്റ് വരുന്നത്. പിന്നെ ആ ഡോണറായിട്ട് വരുന്നയാളിത് ദാനം ചെയ്യണമെന്ന് പറയുന്നതും നല്ലതല്ല. അപ്പോൾ അത് നോക്കണം. കുടുംബത്തിൽ തന്നെ ആരെങ്കിലും ഒരു മാച്ചിൽ വരുമെങ്കിൽ അങ്ങനെ നോക്കും. പക്ഷേ ഇതിനെല്ലാം മുമ്പ് ഡോക്ടർ വിക്രം മാത്യൂസ് ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് ആ കുഞ്ഞിനെ കാണണം, എനിക്കൊന്ന് അനലൈസ് ചെയ്യണം, റിപ്പോർട്ട് വേണം. ആ എക്സ്റ്റേണൽ റിപ്പോർട്ട് ഞാൻ പരിശോധിക്കാം, പക്ഷേ എനിക്ക് ആ പേഷ്യൻറ്റിനെ കാണണം, അതിൻ്റെ ഡോണറേയും കാണണം എന്നാണ് പറഞ്ഞത്. അതനുസരിച്ച് അതിനുള്ള അറേഞ്ച്മെൻറ്റ് ഇപ്പം ഇവരെന്ന് പോകാൻ തയ്യാറാവുന്നു അന്ന് ചെയ്തു കൊടുക്കും. വയസ്സുകാരനാണ് നിപ്പ വൈറസ് രോഗബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത്. മരണശേഷം പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രാദേശിക മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് ഈ ഒരു സംശയം രൂപപ്പെട്ടത്. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചതിൽ നിന്നാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധന ഫലം പോസിറ്റീവായിരുന്നു. അപ്പോൾ തന്നെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും അതോടൊപ്പം തന്നെ 16 കമ്മിറ്റികൾ സ്റ്റേറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് രൂപീകരിക്കുകയും കോൺടാക്ട് ട്രേസിംഗ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയാണ് ഈ യുവാവ്. സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, അതോടൊപ്പം തന്നെ പോയിട്ടുള്ള ഇടങ്ങൾ എല്ലാം തന്നെ ട്രേസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ആളുകളെ, ഏറ്റവും അടുത്ത സമ്പർക്കത്തിൽപ്പെട്ടവരെയും സെക്കൻഡറി കോൺടാക്ട്സിനെയും ഒക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതുവരെ 151 പേരാണ് പ്രൈമറി കോൺടാക്ട്സിലുള്ളത്. അതിൽ 5 പേർക്ക് ചെറിയ പനി ലക്ഷണങ്ങളും ഉണ്ട്. ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മതലമായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത്. കോൺടാക്ട് ട്രേസിംഗിന്റെ അടിസ്ഥാനത്തിലുള്ള റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കും. 4 സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ, ഒരു ക്ലിനിക് ഉൾപ്പെടെയുള്ളവ അവിടെയാണ് പോയിട്ടുള്ളത്. അതോടൊപ്പം 2 വൈദ്യശാലകളിൽ പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുമ്പോൾ എവിടെയെങ്കിലും ആ സമയത്ത്, അതിനു മുൻപോ അതിനുശേഷമോ അതിൽ പ്രസക്തി ഇല്ല, പക്ഷെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ഉണ്ടെങ്കിൽ ദയവായി ആരോഗ്യ വകുപ്പിനെ ഇക്കാര്യം അറിയിക്കണമെന്നുള്ളത് കൂടി അഭ്യർത്ഥിക്കുന്നു.